നമ്മളെങ്കിട്ടാ പോണേ? ബീച്ചിക്ക് മാമത്തിന്. ഓക്കെ, ബൈ. ബീച്ചിലെത്തിയിട്ട് കാണാം. യാലു പറഞ്ഞതുപോലെ നമ്മളിന്ന് വീക്കെൻഡായിട്ട് എറണാകുളത്തെ ചെറായിക്കടുത്തുള്ള കുഴുപ്പള്ളി ബീച്ചിലാണ് പോയത്. കുറേ നാളായി ബീച്ചിലൊക്കെ പോയിട്ട്. അപ്പം ഇന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒക്കെ നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. ഇത് നല്ലൊരു ബീച്ചായിരുന്നു കേട്ടോ. കുഴുപ്പള്ളി ബീച്ചിലിങ്ങനെ അധികം ക്രൗഡഡ് അല്ല, എന്നാൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ബീച്ച് എന്നൊക്കെ പറയില്ലേ, നല്ല നീറ്റായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ കയറാം. സൗണ്ടിൽ പറയേ, ഏത് ബീച്ചാ? കുഴുപ്പള്ളി ബീച്ച്. നീ കളിക്കുക? മുമ്പ് നമ്മൾ ബീച്ചിൽ വന്ന സമയത്ത് യാലുവിന് വെള്ളമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതായത് ഇങ്ങനെ വേവ്സ് വരുന്ന സമയത്തൊക്കെ ആൾ കുറച്ച് പേടിയും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വന്നപ്പോൾ ടോയ്സൊക്കെ ആയിട്ടാണ് വന്നത്. ഓക്കെ, വെള്ളത്തിൽ പേടിയാണെങ്കിലും സാൻഡിലിരുന്ന് മണലിലൊക്കെ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര സന്തോഷമായി. കാരണം പുതിയ ടോയാണ്. അപ്പോൾ അത് വെച്ച് ചെയ്യുന്ന സമയത്ത് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനൊരു റെസിൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ശ്രദ്ധ ഫുള്ള് അവിടെയുള്ള ഷെല്ലിലും പിന്നെ ഈ കാറ്റാടി മരം അതന്നെയാണ് തോന്നുന്നു, അതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ കായകളൊക്കെ ഡ്രൈ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ആ ടൈമിലൊക്കെ അത് പെറുക്കിയെടുക്കുകയായിരുന്നു കേട്ടോ. യാലും പപ്പയും അവിടെ കളിക്കുകയാണ്, ഞാനിതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തല്ലേ നമ്മൾ ഒരു വീക്കെൻഡായിട്ട് പുറത്ത് പോകുമ്പോഴും നമ്മൾ നമ്മുടെ പ്രൊഫഷന് വേണ്ടിയിട്ടും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടും തന്നെ അപ്പോഴും ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ സമയം അവിടെ മണലിലൊക്കെ കളിച്ചിട്ട് ഇനി അങ്ങോട്ട് വെള്ളത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചിങ്ങനെ പോവാണ്. ആശാന് എന്താവുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഭയങ്കര ആവേശത്തിൽ ആൾ ഒറ്റയ്ക്ക് പോകണമൊക്കെ ഉണ്ട്, വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അറിയില്ല കേട്ടോ എന്താവുമെന്ന്. ഞങ്ങളിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ മണലിനും കൂടെ താഴെ ഇറങ്ങുന്നത് ഭയങ്കര രസമായപ്പോൾ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനെന്തെങ്കിലും ഒരു കാര്യം ഈ പിള്ളേർക്ക് ഇഷ്ടമായി അവർ വീണ്ടും വീണ്ടും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കും ഇങ്ങനെ കണ്ടുവയ്ക്കാൻ നല്ല രസം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവനെ വെള്ളത്തിലേക്ക് ഇറക്കി. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ആശാന് ഒരു പേടിയുണ്ടായില്ല. ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഫുൾ വെള്ളത്തിൽ കളിയായിരുന്നു. ഫുള്ള് നനഞ്ഞിട്ടും ആൾക്കൊരു പ്രശ്നവും ഉണ്ടായില്ല. തലയിൽ കൂടെയൊക്കെ തിരമാല വന്നിട്ടും ആൾ ഭയങ്കര ചിരിയും കളിയും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ ആയിരുന്നു. അവൻ്റെ പേടിയൊക്കെ മാറിയപ്പോൾ പിന്നെ വെള്ളത്തിൽ ഇരിക്കണോ കിടക്കണോ അവന് നീന്തണം എന്ന് പറയുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് കളിയായിരുന്നു. പിന്നെ എത്ര ഇനി മതി പോവാന്ന് പറഞ്ഞിട്ടൊന്നും ആശാൻ കേൾക്കണേ ഉണ്ടായിരുന്നില്ല. എന്താ വരുന്നത്? കടലാണ്, കടല്. വെള്ളത്തിൽ കളിക്കും, അതിൻ്റെ ഇടയിൽ ടോയ്സൊക്കെ എടുത്ത് കുറച്ച് നേരം അതുകൊണ്ട് കളിക്കും. പക്ഷേ ടോയ്സ് വാങ്ങിയത് വെറുതെ ആയിട്ടോ, അധിക ടൈം വെള്ളത്തിൽ തന്നെ ആയിരുന്നു. ടോയ്സ് പേരിന് മാത്രം ഇടക്കൊന്ന് എടുക്കും പോകും, അങ്ങനെയായിരുന്നു. എന്തായാലും അവൻ്റെ ആ ഒരു പേടി മാറിക്കിട്ടി, അതിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പോൾ പല രീതിയിലുള്ള കളിയാണ്. കാല് കുഴിയിലാക്കിയിട്ട് മണൽ കൊണ്ട് മൂടിയിട്ടും നല്ല രസമായിട്ടുണ്ടോ. നല്ലൊരു വീക്കെൻഡായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ അവന് എന്തെങ്കിലും ഒരു കാര്യം പേടിയാന്ന് പറഞ്ഞാൽ അതിങ്ങനെ അവന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. കാരണം ആ ഒരു പേടി ഈ ചെറുപ്പത്തിൽ തന്നെ മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ബീച്ചിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പേടി അവന് മാറിയത്. അതുപോലെ ആദ്യമൊക്കെ അവന് ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് സ്ലൈഡ് ചെയ്യാൻ അതൊക്കെ ഭയങ്കര പേടിയായിരുന്നു, അതിൻ്റെ മുകളിൽ കയറുമ്പോഴൊക്കെ. പിന്നെ നമ്മളിങ്ങനെ പാർക്കിലൊക്കെ കൊണ്ടുപോയി
ആ പേടിയൊക്കെ മാറ്റിയെടുത്തു. ഇത് കണ്ടോ, വെള്ളത്തിൽ കളിച്ചിട്ട് വിറക്കാണ്. എന്നിട്ടും ആശാന് മതിയായിട്ടില്ല. പിന്നെയും വെള്ളത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കളി തന്നെയായിരുന്നു. ഇവിടെ വെള്ളമായാലും ഈ ഒരു മണലായാലും നല്ല വൃത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിൽ ഇറങ്ങി കുളിക്കുന്നതും കളിക്കുന്നതൊക്കെ ഉണ്ട്. അധികം ഡേഞ്ചർ, നല്ല സേഫായൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ സമയം കഴിഞ്ഞ് സൺസെറ്റൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി. ഈ കുഴുപ്പള്ളി ബീച്ചിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞി ബോട്ട് കണ്ടത്, ഈ കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് യാലുവിനെ ഇതിൽ ഇറക്കിയത്. പക്ഷേ ആശാൻ കുറച്ചൊന്നിങ്ങനെ ഓടിച്ചു. പിന്നെ ആൾക്ക് അതിഷ്ടപ്പെട്ടില്ല, വേറെ കളർ വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം ചാടി ഇറങ്ങി. എന്നാലും അവൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ, ഇങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി കറക്കാനൊക്കെ കുറച്ചൊക്കെ ഓടിച്ചു. ഇതാണ് ബീച്ചിലെ ഒരു നൈറ്റ് വ്യൂ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതുപോലെ കുറച്ച് കടകൾ, ബജിക്കട, സ്നാക്സൊക്കെ അങ്ങനെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്തായാലും ഒരു നല്ലൊരു വീക്കെൻഡ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഈ കുഴുപ്പള്ളി ബീച്ചിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്